ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വലിയ നോയമ്പിലെ 4-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന ദിവസമാണ്. കനാനയിത്തോ ആരാധനാ വർഷത്തിൻ്റെ 22-ാമത്തെ ഞായറാഴ്ച കൂടിയാണ് ഇന്നത്തെ ദിവസം. കുർബാന മധ്യേ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള ഭാഗമാണ്. ഉറച്ച വിശ്വാസവും അത്ര തന്നെ ഉറപ്പുള്ള സ്ഥിരോത്സാഹവും കൊണ്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ കനാന്യസ്ത്രീയുടെ മാതൃക നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ട് ആയിരിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ എല്ലാവരെയും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിലും അവളുടെ ജീവിതത്തിൻ്റെ പരിവർത്തനം ഉണ്ടാകുന്നത് കർത്താവിൽ അവൾ വിശ്വസിക്കുന്നത് കൊണ്ട് ആണ് എന്നുള്ളത് ഇവിടെ വിവരിച്ചിരിക്കുന്നു. സ്വന്തം മകൾക്ക് ഭൂതോപദ്രവവും കലശലായിരിക്കുന്നു. ശ്രുതിഭംഗം വന്ന ജീവിതമാണ് അവളുടേത്. താളം തകർത്ത് കളഞ്ഞ ജീവിതം, ഇരുൾ നിറഞ്ഞ ജീവിതം. യേശുവിന് തൻ്റെ പുത്രിയെ സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന് അവളുടെ വിശ്വാസം, അവളുടെ ഉറപ്പ് ആണ് അവളുടെ നിരന്തരമായ അപേക്ഷയുടെ പുറകിലുള്ളത് എന്നും നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനകളിലും ദൈവ സംസർഗത്തിലും വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയാണ് നല്ല ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. ഈ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കനാന്യസ്ത്രീ കുറഞ്ഞു പോകാത്ത വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃകയാണ്. രണ്ടാമത്തത്, കർത്താവിലുള്ള വിശ്വാസം ഏറ്റവും വിലയേറിയതാണ്. മൂന്നാമത്തത്, ശുദ്ധീകരണത്തിനായി കർത്താവിനോട് യാചിക്കുന്നവരുടെ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കനാന്യസ്ത്രീ കുറഞ്ഞു പോകാത്ത വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃകയാണ്. സോർ സീദോൻ പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തെക്കാൾ കൂടുതലായി അന്യജാതിക്കാർ വസിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ആയിരുന്നു. അവിടെ നിന്നും വന്നതായ കനാന്യസ്ത്രീ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നാണ്. യേശു ആവർത്തിച്ച് അവഗണിച്ചിട്ടും നിരസിച്ചിട്ടും അവൾ കർത്താവിനെ പിന്തുടർന്നതായി നാം ഈ വേദഭാഗങ്ങളിൽ കാണുന്നു. അവളെ പറഞ്ഞ് അയക്കണമേ എന്ന് സ്വന്തം ശിഷ്യന്മാരും അവനോട് പറയുന്നു. അതും യേശു സ്വീകരിക്കുന്നില്ല എന്നാണ് നാം ഇവിടെ കാണുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് മറുപടിയായി യേശു പറയുന്നതായി നാം ഇവിടെ കാണുന്നു. അതിലടങ്ങിയിരിക്കുന്ന പരിഹാസവും അവളെ പിന്തിരിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നു. അപ്പം തിന്നുന്ന മക്കൾ ഇരുന്ന് ആഹാരം കഴിക്കുന്ന മേശയുടെ മേൽ നിന്ന് വീഴുന്നത് നായ്ക്കുട്ടികൾ കഴിച്ച് ജീവിക്കുന്നുവെന്ന് അവൾ പറയുന്നു. ഉത്തമ വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്ത ഈ ബോധ്യത്തെ കർത്താവ് ആദരിക്കുന്നതായി പിന്നീട് നമ്മൾ കാണുന്നു. അവളുടെ പുത്രി സൗഖ്യം പ്രാപിക്കുന്നതായും നാം ഇവിടെ കാണുന്നുണ്ട്. ഏത് സാഹചര്യങ്ങളിലും ആയിക്കൊള്ളട്ടെ, ഉത്തമ വിശ്വാസത്തോടെ അവനെ പിന്തുടരുന്നവർക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിക്കുന്നു എന്നും നാം ഇവിടെ കാണുന്നു. രണ്ടാമത്തെ പോയിന്റ്, കർത്താവിലുള്ള വിശ്വാസം ഏറ്റവും വിലയേറിയതായി കരുതുവാൻ നാം കടപ്പെട്ടവരാണ്. നമ്മുടെ പിതാക്കന്മാർ സ്വന്തം ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതും ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തമായിരുന്നു. കനാന്യസ്ത്രീയുടെ വിശ്വാസം ഉറച്ചതായിരുന്നു. മനുഷ്യപുത്രന് തൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. അത് അവൾക്ക് സാധിച്ചു കിട്ടി. ഈ വലിയ നോമ്പ് നാളുകളിൽ കനാന്യസ്ത്രീയുടെ വിശ്വാസം, വിനയം,
നിരന്തരമായ പ്രാർത്ഥന എന്നീ സുഹൃത്തുക്കൾ പിന്തുടരുന്നതിന് ഓരോ വിശ്വാസിക്കും സാധിക്കട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിനായി കർത്താവിനോട് യാചിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരായിരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ ആരാധനകളിൽ പൊതുവായും നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും കർത്താവിന്റെ പക്കൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി യാചിക്കുന്നവർ ആണ് നാം ഓരോരുത്തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവാണ് നമ്മുടെ ശക്തിയും ബലവും. ദൈവത്താൽ നേടുന്ന വിജയമാണ് ശാശ്വതം. അതുകൊണ്ട് തന്നെ സഭ ഒന്നാകെ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെതറ നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. കനാനീത്തോ ഞായറിന്റെ പ്രഭാതത്തിലെ സെതറ. കർത്താവേ, ഞങ്ങളുടെ മക്കളിലേക്ക് ചെവി ചായ്ച്ച് നിന്റെ ഇടവകയുടെ നിലവിളി കേൾക്കണമേ. നിന്റെ നീതി ഞങ്ങളുടെ കുറ്റങ്ങളെ സൂക്ഷിക്കരുതേ. നിന്റെ കോപം ഞങ്ങളിൽ ശക്തിപ്പെടുത്തരുതേ. നിന്റെ ദാസന്മാരുടെ സങ്കടം കേൾക്കണമേ. നിന്റെ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയിൽ നിന്റെ ദയ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ പ്രവേശിക്കണമേ. ഞങ്ങളുടെ കരുണ ഉള്ള വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഇവിടെ സദറായിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നുള്ള പാപക്ഷമയ്ക്കും നമ്മുടെ രൂപാന്തരത്തിനുമായി വിശ്വാസപൂർവ്വം നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ കനാന്യ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസം പോലെ ആ പക്ഷവാത രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസ ദൃഢത പോലെ ആ കുഷ്ഠരോഗിയുടെ ദൈവകൃപയെക്കുറിച്ചുള്ള ബോധ്യം പോലെ കാനാവിലെ കല്യാണത്തിന് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവങ്കിലേക്ക് നോക്കാം. നാം പ്രകാശിതരാകാതിരിക്കുകയില്ല. ഈ വലിയ നോമ്പിലെ 21-ാമത്തെ ദിവസമായ ഇന്ന്, വലിയ നോമ്പിന്റെ 4-ാം ഞായറാഴ്ചയായ ഇന്ന്, നാം നമ്മെ തന്നെ തിരുത്തി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.